നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് 2025 പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാബ് പാലം, റിയാസി ജില്ല. സമുദ്രനിരപ്പിൽ നിന്നും 359 കിലോമീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 359 കിലോമീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. നീളം 1315 മീറ്റർ ആണ്. ഈ പാലം ഇനാഗ്രേഷൻ ചെയ്തത് ജൂൺ 6, 2025 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പ് കോർട്ട് ക്ലിക്ക്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക്. എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത നഫ്രീന ലത്തീഫ്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളം. ആഗോളതലത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റ് മണവാട്ടി. സിനിമാ നടൻ ഇന്നസെന്റിന്റെ അനുഭവ കഥയായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് യൂസഫ് സാഹിദ് നദൂവി. മലയാള സിനിമാ നടൻ ബഹദൂറിന്റെ പേരിൽ പുറത്തിറങ്ങിയ ലിപി ബഹദൂർ അക്ഷരങ്ങൾ. മലയാള സിനിമാ നടൻ ബഹദൂറിന്റെ പേരിൽ പുറത്തിറങ്ങിയ ലിപിയാണ് ബഹദൂർ അക്ഷരങ്ങൾ. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സണായി നിയമിതയായ വ്യക്തി ടി.കെ. മിനിമോൾ. സാഗർമല പദ്ധതി ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം. സാഗർമല പദ്ധതി ഉൾപ്പെടുന്ന കേരളത്തിലെ പോർട്ട് കൊല്ലം. ഏറ്റവും വലിയ സംരക്ഷണ കണ്ടൽക്കാടുള്ളത് കണ്ണൂർ, 226 ഹെക്ടർ. ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽക്കാട് ഉള്ളത് കണ്ണൂരാണ്. പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരളത്തിൽ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. അർബുദ കോശങ്ങൾ പെരുകുന്നതിന്റെ ജനിതക രഹസ്യം കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ റോബിൻ സെബാസ്റ്റ്യൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകനായി നിയമിതനായ വ്യക്തി ദവീദ് കറ്റാല, സ്പാനിഷ് കോച്ച്. ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ഡോക്ടർ എ അജയഘോഷ്. ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എ അജയഘോഷ്. വനത്തിനുള്ളിലോ പുറത്തോ വെച്ച് പാമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിച്ചാൽ നഷ്ടപരിഹാരമായി ലഭിക്കുന്ന തുക 4 ലക്ഷം. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിലൂടെ വിൽക്കാനും വാങ്ങാനും രാജ്യത്ത് ആദ്യമായി സർക്കാരിൻ്റെ ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ നിർമ്മിച്ച 103 അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ ഉൾപ്പെട്ടത് ചിറയൻകീഴ്, വടകര. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിട്ട സ്ഥാപനം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം തോട്ടപ്പള്ളി നാലിച്ചിറ പാലം, ആലപ്പുഴ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് വന്നത് ബേക്കൽ, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് മയിലാട്ടി, കാസർഗോഡ്. മയക്കുമരുന്ന് പരിശോധനകൾ ശക്തമാക്കുന്നതിനായി കേരള സംസ്ഥാന തലത്തിൽ നടപ്പാക്കുന്ന പരിശോധന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. സംസ്ഥാനത്തെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് കൈരളി തിയേറ്റർ, തിരുവനന്തപുരം.
സിനിമയിലെ അക്രമരംഗങ്ങൾ മഹത്വൽക്കരിക്കപ്പെടുന്നത് സമൂഹത്തെ സ്വാധീനിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി. സിനിമയിലെ അക്രമരംഗങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി. സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസഡറായ വ്യക്തി ടൊവിനോ. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭം ബെയ്ലി. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വയനാട്ടിലെ വനിതകളുടെ കൂട്ടായ്മ വിപണിയിൽ എത്തിക്കുന്ന പേപ്പർ ബാഗ് സംരംഭമാണ് ബെയ്ലി. ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ. കൊല്ലം. ദേശീയപാതയിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിൽ. പത്മ ബഹുമതി നേടിയ ഏക തെയ്യക്കോലധാരി പത്മശ്രീ നാരായണ പെരുവണ്ണാൻ. ഫോബ്സ് മാസികയുടെ പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ 100-ൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പാണ് ആക്രി ആപ്പ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കാസർഗോഡ്, ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശമുള്ളത് കോട്ടയം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ളത് കാസർഗോഡ്, ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശമുള്ളത് കോട്ടയം. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴ. പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക 4 ലക്ഷം രൂപ. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM 89.6. കേരളത്തിലെ ആദ്യ ദേശീയ വനിതാ ജൂഡോ റഫറി ജെ ജയശ്രീ. കേരള ടൂറിസം മേഖലയിൽ ആദ്യ സോളാർ വള്ളം കതിരവൻ. സംസ്ഥാനത്ത് മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്ക്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി കെ ഹോംസ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേക്ക് കപ്പയം തേക്ക്, ആതിരപ്പള്ളി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായ പിന്നണി ഗായകൻ ശ്രീനിവാസ്. കേരളത്തിൽ GST വരുമാനത്തിലുണ്ടായ വർധന 8%. കേരളത്തിലെ GST വരുമാനത്തിലുണ്ടായ വർധന 8%. സംസ്ഥാനത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. സംസ്ഥാനത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കാനുള്ള വിജിലൻസിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാകാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ കൊമേഴ്സ് പോർട്ടലാണ് പോക്കറ്റ് മാർട്ട്. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പോഷക ബാല്യം. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടികളിൽ പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പോഷക ബാല്യം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ KM ചെറിയാൻ. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ KM ചെറിയാൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് കവചം. കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിവയുടെ തീവ്രതയ്ക്കനുസരിച്ച് നിറങ്ങൾ പ്രകാശിപ്പിച്ച് വ്യത്യസ്ത ശബ്ദങ്ങൾ മുന്നറിയിപ്പ് നൽകും. വീട്ടിലെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്നതിനായി സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സഖി.
മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്രം അനുമതി നൽകിയ കേരളത്തിലെ പ്രദേശം പൂവാർ, തിരുവനന്തപുരം. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് അശ്വമേധം. കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായി വേനൽ മധുരം പദ്ധതിക്ക് തുടക്കമായത് കോഴിക്കോട്. സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ച പ്രദേശം കഞ്ചിക്കോട്, പാലക്കാട്. സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത് പദ്ധതി. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചി. (2025) ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ആടുജീവിതം. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ജഗതി ശ്രീകുമാർ. നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്ക്, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ്. 2024 ഐവറി പുരസ്കാരം ലഭിച്ച വ്യക്തി KS ചിത്ര. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. BSNLന്റെ പുതിയ മൊബൈൽ ആപ്പ് PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNLന്റെ പദ്ധതി വിദ്യാമിത്രം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിനാണ് മേഘസ്പർശം. കിടപ്പ് രോഗികൾക്കായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച ടെലിമെഡിസിൻ ക്യാമ്പയിൻ മേഘസ്പർശം. കാർഷിക സർവകലാശാല വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പാവൽ പ്രജനി പ്രഗതി. കഥകളി ആചാര്യർ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോദരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോദരം. MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് MD നിള. MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേര് MD നിള. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭം ഇടം. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ്. പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന 3 പദ്ധതികളാണ് വാട്സപ്പ് ചാറ്റ്ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് തീരത്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 3ാമത്തെ ആണവ മുങ്ങിക്കപ്പലാണ് അരിതമാൻ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. കൃതി ഹാർട്ട് ലാമ്പ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ യുദ്ധ ഹെലികോപ്റ്ററാണ് പ്രജന്റ് 156. 2.5 കിലോമീറ്റർ ഉയരത്തിലുള്ള മിസൈലുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ രുദ്രാസ്ത്ര. വികസിപ്പിച്ചത് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ്. രുദ്രാസ്ത്രയുടെ പരിധി 170 കിലോമീറ്റർ. താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യയുടെ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ.
രാജ്യത്തെ 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത. റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതയായ ആദ്യ വനിത ഡോക്ടർ പൂനം ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായി ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുത്തത് അതിഷി മർലേന. 2025 മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബഹാദൂർ സിംഗ് സാഗു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് അമരാവതി. രഞ്ജി ട്രോഫി 2024-25 സീസൺ ജേതാക്കൾ വിദർഭ. ഇന്ത്യയുടെ 86ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി 2025 ജലസുസ്ഥിര സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. ഇന്ത്യയുമായി 2020 മുതൽ നിർത്തിവെച്ച നേരിട്ടുള്ള വിമാന സർവീസും മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കാൻ തീരുമാനിച്ച രാജ്യം ചൈന. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ചരിത്രപരമായ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി, കാർല ജോയിൻസൺ. ഇന്ത്യയിൽ റാംസർ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയവ രാജസ്ഥാൻ ഫലോഡിയിലെ ഗിച്ചൻ, ഉദയ്പൂരിലെ മേനാർ. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 91. ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റുകളുടെ എണ്ണം 91. $100 കോടി അധികം മൂല്യമുള്ള കമ്പനികളുടെ ആഗോള പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% അരുണാചൽ പ്രദേശിലുണ്ട്. ഇന്ത്യയുടെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ ഏകദേശം 40 മുതൽ 45% വരെ അരുണാചൽ പ്രദേശിലുണ്ട്.